നമസ്കാരം. CPM-ഉം BJP-യും തമ്മിലുള്ള രഹസ്യ ബാന്ധവം കേരളത്തിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ടവരോ പ്രതികളാകുന്ന യാതൊരു കേസുകളിലും തുടരന്വേഷണമോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരെ BJP-യുടെ കേന്ദ്ര നേതൃത്വം സംരക്ഷിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. എന്തായാലും അതിൽ ഒരു യുക്തിയില്ലായ്മയില്ല. തീർച്ചയായും അത് ഒരു സംശയാസ്പദമായ കാര്യം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോലും BJP ഒരു വേണ്ടത്ര പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സംശയം ആയി തന്നെ തുടരുകയാണ്. ഈ അവസരത്തിലാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ G. ശക്തിധരൻ, അദ്ദേഹം ഒരു സഖാവാണ്. അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ നിരവധി പോസ്റ്റുകൾ സർക്കാരിനെയും CPM-നെയും അതുപോലെ പിണറായി വിജയനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം BJP പഠിച്ചിട്ടില്ലേ എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഇന്നലെയും ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിൽ സമീപകാലത്ത് അഭൂതപൂർവമായി വളർന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. എങ്കിലും ഇപ്പോൾ ഇതൊരു പാഴാണെന്ന് പറയാതിരിക്കാനാകില്ല. തലസ്ഥാനത്ത് അജയ്യ ശക്തി തന്നെയാണ് BJP. പക്ഷേ ഒരു ദേശീയ പാർട്ടിയുടെ മികവോ സംഘടനാ സാമർഥ്യമോ ആർജിക്കാനായിട്ടില്ല BJP-ക്ക്. പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാനല്ല ഇങ്ങനെ പറയുന്നത്. ഈ പാർട്ടിയെ കൊണ്ട് മുതലെടുക്കുകയാണ് CPM-ന്റെ ചില കോടാലി കൈകൾ. പുറംമൂടിക്ക് ഇതൊന്നും അണികൾ അറിയുന്നില്ല. CPM-ന്റെ B ടീമായാണ് BJP നിലകൊള്ളുന്നത്. അതിലൊരു സുഖമുണ്ട്. ഭരണചക്രം തിരിക്കുന്നത് CPM ആണല്ലോ. കീഴാള ഗുമസ്തന്മാരുടെ വിശിഷ്ട ശ്രേണികളിൽ ചിലർക്ക് കുറേ നാൾ കാത്തു നിർത്തിച്ചെങ്കിലും ചില സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ ഊർജ്ജ സ്രോതസ്സാകട്ടെ ഈ CPM ആണ്. പക്ഷേ അതൊന്നും വരിച്ചുള്ള നിയമനങ്ങൾക്ക് വഴി തുറക്കുന്നില്ല. ഇതാണ് ചാകരയുടെ സമയം. പക്ഷേ BJP-യെ ഒരു ഘട്ടത്തിലും കൂടുതൽ ഉന്നത പദവികളിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയേയില്ല. വായി നോക്കികളായി സമയം കളയാം. അതേസമയം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത കിങ്കരന്മാർ തങ്ങളാണ് എന്ന അവകാശവാദം BJP-ക്കുണ്ട്. അത് ശരിയുമാണ്. CPM-ഉമായുള്ള അന്തർധാര സുവിദിതമാണ്. ഭരണസ്വാദ് ഇനി 3-4 മാസമേ ഉണ്ടാകാനിടയുള്ളൂ. അത് കഴിഞ്ഞാൽ ഗോപിയടിക്കും. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ ഒത്തുവന്നാൽ നേടാമെന്നല്ലാതെ ഏതെങ്കിലും കാലത്ത് ഒരു ഓട്ടക്കാലണ പോലും BJP-യുടെ പെട്ടിയിൽ ഇനി വീഴില്ല. കേരളത്തിൽ ഏറ്റവും ഭീകരമായ സ്വർണ്ണക്കൊള്ള നടന്നിട്ട് അതിൻ്റെ തുമ്പ് പോലും തൊടാത്ത ശപ്പൻ പാർട്ടിയാണ് BJP. വെറും നനഞ്ഞ പടക്കം. വീട്ടമ്മമാർ ഇതുകണ്ട് വീർപ്പുമുട്ടുകയാണ്. അവർ ഭക്തരാണ്. കോടതി അവസാനം ശബ്ദിച്ചതുകൊണ്ട് കാനനം ഒന്നനങ്ങി. എങ്ങനെയാണ് ഇവരൊക്കെ ഈ ഇന്നോവ കാറുകളിൽ ഉലാത്തുന്നത്? എന്തേ ഓരോ സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ പോരെ? എത്ര കാലം ഇങ്ങനെ പറന്നാലും 1-2 മുക്കിലും മൂലയിലും BJP പാരിജാതം പോലെ പരിലസിക്കുമെന്നല്ലാതെ വളരില്ല. അതിനുള്ള പൊട്ടാസ് കയ്യിലില്ല. ഉശിരുള്ള പ്രവർത്തകരുണ്ട്. കേരള രാഷ്ട്രീയം എന്താണെന്ന് BJP പഠിച്ചിട്ടില്ല. ആ ത്യാഗികളുടെ തലമുറ BJP-യിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉയർത്തിയാൽ തർക്കുത്തരം പറഞ്ഞേക്കാം. മതന്യൂനപക്ഷങ്ങൾ ശക്തമായതുകൊണ്ടാണ് BJP വളരാതിരുന്നത് എന്ന പതിവ് ഭംഗിവാക്ക് പറഞ്ഞേക്കാം. എന്നാൽ ഉത്തരേന്ത്യയിൽ ഒന്ന് കണ്ണോടിക്കൂ. 60% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് BJP കൈയടക്കിയത്? ജനങ്ങൾക്ക് ജീവിതം വേണം. അത് നേടുന്നവരുടെ കൂടെ ജനം ഇറങ്ങിയാൽ മതന്യൂനപക്ഷങ്ങൾ എന്തു ചെയ്യും? വയറാണ് പ്രശ്നം, മുല്ലാക്കയല്ല. എന്തേ ഗൾഫ് രാജ്യങ്ങളിൽ ഈ വികാരം കത്തുന്നില്ല? ഷണ്ഠന്മാരുടെ പാർട്ടിയല്ലേ ഇത് കേരളത്തിൽ? CPM വരച്ച വരയിൽ നിന്നതുകൊണ്ടല്ലേ പോറ്റി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വരെ ദേവസ്വം വിഷയം ജാതിമത ശക്തികളെ സ്വാധീനിച്ച് വെള്ളം ചേർത്തത്? സമുദായ നേതാക്കൾ എവിടെ നിന്ന് കിട്ടിയ ഉത്തരവനുസരിച്ചാണ് മാളങ്ങളിൽ കയറി അടച്ചിരുന്നത്? ലജ്ജ തോന്നുന്നില്ലേ? എത്ര സഹസ്ര കോടിയാണ് ഏതാനും നേതാക്കൾ ചേർന്ന് അപഹരിച്ചത്? എത്ര മണിക്കൂർ വേണം കാരണഭൂതനെ പൊക്കി തെരുവിൽ കൊണ്ടിടാൻ? നമ്മൾ നിഷ്കളങ്കരായ ഭക്തരാണ്. അതിന് പിന്നിലിരിക്കുന്നത് കോർപ്പറേറ്റ് അധിപന്മാരാണ്. അവരാണ് രാജ്യം ഭരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർ മുന്നറിയിപ്പ് നൽകിയില്ലേ? ജർമ്മനിയിൽ ജയിലിൽ കഴിയുന്ന 100 കോടി ദശലക്ഷം കയ്യിലുള്ള സുഭാഷ് കപൂറിൻ്റെ സ്വത്ത് ഞെട്ടിക്കുന്നതാണ്. എന്ത് ബന്ധമാണ് അയാളുമായുള്ളത്? കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ ഏതെങ്കിലും ഒരു മന്ത്രി സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിച്ചോ? അയ്യപ്പൻ പണി തുടങ്ങിയതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശുന്നുണ്ട്. കുംഭമേളയെ നാറ്റിക്കാൻ കഠിന ശ്രമം നടത്തിയവർക്ക് ഇപ്പോൾ ഉത്തരം മുട്ടി. മസ്തകത്തിന് കിട്ടിയ അടിയാണ് ആഗോള ആഘോഷത്തിൽ ശബരിമലയിൽ കണ്ടത്. അതേ ശൂന്യ കസേരകൾ. ഒരു കോമാളിയെ അങ്ങനെയാണ് വിളിക്കുക. മുഖ്യമന്ത്രി ദുഷിച്ചുപോയി. ആർക്കും തൊടാനാകില്ല. കോടികൾ മുടക്കി പ്രൊപ്പഗാണ്ട തന്ത്രത്തിലൂടെ എന്തും നേടാമെന്ന് വാശി പിടിക്കരുത് മുഖ്യമന്ത്രി. ഇത് ഹിറ്റ്ലറുടെ കാലമല്ല. ഇങ്ങനെ പറഞ്ഞാണ് സഖാവ് G. ശക്തിധരൻ തൻ്റെ കുറിപ്പ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 100% വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും സമൂഹത്തിലെ പലരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്: എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ, പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ പാതി വഴിയിൽ നിലച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ പിണറായി
വിജയനെ സംബന്ധിക്കുന്ന കേസുകൾ പാതി വഴിയിൽ നിലച്ചു പോകുന്നത്, അത് കോടതികൾ പരിഗണിക്കാത്തത് എന്നുള്ള സംശയം പല ആൾക്കാർക്കും ഉണ്ടാകുന്നുണ്ട്. അവരൊക്കെ ഇത് പലപ്പോഴും ചോദിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന് ഉത്തരം പറയാൻ BJP തയ്യാറല്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയനെ ഏതെങ്കിലും ഇത്തരമൊരു സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കൈയും കെട്ടി നിന്ന് BJPക്ക് ഒരു 4-5 സീറ്റ് ഇവിടെ നേടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുതിരാതെ പിണറായി വിജയനെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് മറ്റ് തന്ത്രങ്ങൾ കേരളത്തിൽ പ്രയോഗിക്കാമെന്ന് വെച്ചാൽ അതെന്തായാലും നടപ്പുള്ള കാര്യമല്ല. കാരണം ജി ശക്തിധരൻ പറഞ്ഞ മറ്റൊരു വാചകം ഇവിടെ പ്രസക്തം തന്നെയാണ്. ഉത്തരേന്ത്യയിലെ 60% മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിൽ പോലും BJP അധികാരം പിടിച്ചെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ദൈനംദിന ജീവിതത്തെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ട് തന്നെയാണ്. ആ തന്ത്രം മാത്രമേ BJPക്ക് കേരളത്തിൽ പ്രയോഗിക്കാനുള്ളൂ.